ഫെബ്രുവരി 28-ന് ഇസ്രായേൽ സംയുക്ത ആക്രമണത്തിൽ ഇറാന്റെ പരമോന്നത നേതാവായിരുന്ന ആയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടതിന് പിന്നാലെ പശ്ചിമേഷ്യയിൽ ഉടലെടുത്ത നയതന്ത്ര യുദ്ധ പ്രതിസന്ധികൾ കടുക്കുകയാണ്. ഖമേനിയുടെ മരണത്തിന് പ്രതികാരം വീട്ടാൻ ലക്ഷ്യമിടുന്ന അന്താരാഷ്ട്ര നേതാക്കളുടെ ഒരു വലിയ ഹിറ്റ് ലിസ്റ്റ് തന്നെ ഇപ്പോൾ ഇറാനിയൻ മാധ്യമങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നു. ഇറാന്റെ ഔദ്യോഗിക ദിനപത്രമായ ഹംഷഹരി തങ്ങളുടെ ഓൺലൈൻ പതിപ്പിലൂടെയാണ് അമേരിക്ക, ഇസ്രായേൽ, വിവിധ യൂറോപ്യൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിലെ പ്രമുഖരായ 13 നേതാക്കളുടെ ചിത്രങ്ങളടങ്ങിയ ഇൻഫോഗ്രാഫിക് കാർഡ് പ്രസിദ്ധീകരിച്ചത്. ഖമേനിയുടെ മരണത്തിന് പിന്നാലെ ഇറാന്റെ പുതിയ പരമോന്നത നേതാവായി ചുമതലയേറ്റ അദ്ദേഹത്തിന്റെ മകൻ മൊജ്തബ ഖമേനി നടത്തിയ കടുത്ത പ്രതികാര പ്രസ്താവനയ്ക്ക് തൊട്ടു പിന്നാലെയാണ് ഈ പട്ടിക ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പിതാവിന്റെ സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം പട്ടികയിലുള്ള കുറ്റവാളികളെ മുഴുവൻ മരണക്കിടക്കയിലേക്ക് നയിക്കുമെന്ന് മുജ്തബ പ്രതിജ്ഞ ചെയ്തിരുന്നു. ഈ പട്ടിക ഇറാൻ ഭരണകൂടം ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടില്ലെങ്കിലും മാധ്യമങ്ങൾ വഴി പുറത്തുവിട്ടത് ലോകരാജ്യങ്ങൾക്ക് കടുത്ത മുന്നറിയിപ്പാണ് നൽകുന്നത്. ഇറാൻ ലക്ഷ്യമിടുന്ന ഈ ഹിറ്റ് ലിസ്റ്റിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ എന്നിവരുടെ പട്ടികയുണ്ട്. ഇവർക്ക് പുറമെ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ, അതുപോലെ തന്നെ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്ത്, ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ, ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി, ജർമ്മൻ ചാൻസലർ ഫെഡറിക് മെർസ് എന്നിവരും ഇറാന്റെ ലക്ഷ്യങ്ങളുടെ പട്ടികയിലുണ്ട്. യുദ്ധസമയത്ത് സ്വന്തം പ്രദേശത്തിനു നേരെ നടന്ന ആക്രമണങ്ങളെ അപലപിക്കാൻ യൂറോപ്യൻ രാജ്യങ്ങൾ തയ്യാറായില്ലെന്നും തങ്ങളുടെ വ്യോമാതിർത്തിയിലൂടെ സൈനിക വിമാനങ്ങൾക്ക് പറക്കാൻ അനുവാദം നൽകി അവർ ആക്രമണത്തിന് കൂട്ടുനിന്നുവെന്നും ഇറാൻ കടുത്ത ആരോപണം ഉന്നയിക്കുന്നുണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് യൂറോപ്യൻ നേതാക്കളെയും ഇറാൻ തങ്ങളുടെ ശത്രുപക്ഷത്ത് നിർത്തിയിരിക്കുന്നത്. അതിനിടെ ആയത്തുള്ള അലി ഖമേനിയെ വധിക്കാൻ പരസ്യമായി ആഹ്വാനം നൽകിയിരുന്ന പ്രമുഖ അമേരിക്കൻ സെനറ്ററും ഡൊണാൾഡ് ട്രംപിന്റെ വിദേശനയ ഉപദേശകനുമായിരുന്ന ലിൻസേ ഗ്രഹാം വാഷിംഗ്ടണിലെ വസതിയിൽ വെച്ച് പെട്ടെന്നുണ്ടായ ഹൃദ്രോഗത്തെ തുടർന്ന് അന്തരിച്ചു. ഗ്രഹാമിന്റെ ഈ അപ്രതീക്ഷിത മരണം ഇറാൻ മാധ്യമങ്ങളും ഭരണകൂടവും വലിയ രീതിയിൽ ആഘോഷമാക്കുകയാണ് ചെയ്തത്. യുദ്ധക്കൊതിയനായ അമേരിക്കൻ സെനറ്റർ നരകത്തിലേക്ക് പോയി എന്ന് ഇറാൻ സ്റ്റേറ്റ് ടെലിവിഷൻ തത്സമയം പ്രഖ്യാപിച്ചപ്പോൾ ഭീഷണിയും ആക്രമണവുമായിരുന്നു ഗ്രഹാമിന്റെ ജീവിതശൈലിയെന്നും അദ്ദേഹത്തിന്റെ മരണത്തിൽ ഇറാൻ ജനത ദുഃഖിക്കില്ലെന്നുമാണ് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മയിൽ ഖനിയ പ്രതികരിച്ചത്. മറ്റൊരു പ്രമുഖ ഇറാനിയൻ പത്രമായ വതൻ എംറൂസ് ഗ്രഹാമിനെ മരണത്തിന്റെ വ്യാപാരി എന്നാണ് വിശേഷിപ്പിച്ചത്. ലിൻസേ ഗ്രഹാമിന്റെ മരണത്തിന് തൊട്ടു പിന്നാലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനും ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിനും എതിരെയുള്ള ഭീഷണി ഇറാൻ മാധ്യമങ്ങൾ കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട്. ഷംഹരി പത്രം തങ്ങളുടെ മുൻ പേജിൽ പെട്ടെന്നുള്ള മരണത്തിനായി തയ്യാറായിക്കൊള്ളൂ എന്ന കടുത്ത തലക്കെട്ടോടെയാണ് പുതിയ വാർത്ത പ്രസിദ്ധീകരിച്ചത്. അന്തരിച്ച ലിൻസേ ഗ്രഹാമിന്റെ ചിത്രവും പിടിച്ച് ഡൊണാൾഡ് ട്രംപ് മുട്ടുകുത്തി കരയുന്ന തരത്തിലുള്ള ഒരു ചിത്രവും വാർത്തയ്ക്കൊപ്പം പത്രം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ചിത്രത്തിൽ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സത്തും ബെഞ്ചമിൻ നെതന്യാഹുവും ഭയന്നു വിറച്ച് നിൽക്കുന്നതായും ചിത്രീകരിച്ചിരിക്കുന്നു. ഖമേനിയുടെ വധവും അതിനെ തുടർന്നുണ്ടായ നയതന്ത്ര യുദ്ധങ്ങളും പശ്ചിമേഷ്യയെ കൂടുതൽ പ്രവചനാതീതമായ ഒരു യുദ്ധഭീതിയിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ്.